വന്നേ. എന്ത് പറ്റി ചാണകത്തെ ചവിട്ടി പോലെ ഇരിക്കുന്നു? ഒന്നുമില്ല. വേണ്ട. അയ്യോ പോവല്ലേ, ഇങ്ങോട്ട്. ഒന്നുമില്ലല്ലോ. അല്ല ഉണ്ട്. അതല്ലേ മലയാളത്തിൽ ചോദിച്ചത് എന്താന്ന് പറ. കുഞ്ഞമ്മയുടെ മോളില്ലേ കവിത, അവൾ എനിക്കൊരു സാരി എടുത്തു തന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിന് എനിക്ക് ബ്ലൗസ് ഇല്ല നാത്തൂനെ, മാച്ചിങ് ബ്ലൗസ് ഇല്ല. അപ്പൊ ഞാൻ ഏട്ടൻ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ് അതിന് ഒരു ബ്ലൗസ് എടുത്തിട്ട് വരുമോന്ന് ചോദിച്ചു, മാച്ചിങ്. ഉടനെ എന്തൊരു ചാടിക്കടിക്കുവാണ്. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇത് മാസം അവസാനമാണ്, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ പോയി മേടിച്ചോ. എന്തൊക്കെയാ കിടന്ന് പറയുന്നത്. മെറൂൺ സാരി എനിക്ക് എന്റെ മെറൂൺ ബ്ലൗസ്. എന്ത് കിട്ടിയാലും വേണം അല്ലേ? ഒരു സാധനം കൈകൊണ്ട് കൊടുക്കരുത് ഒരാൾക്കും. എന്റെ നാത്തൂന് എന്ത് രസമെന്നറിയാ സാരി കാണാൻ. ഞാനൊന്ന് ആശിച്ചിരിക്കും അതൊന്നും എടുത്തിട്ട് പോകാനായിട്ട്. വരുമാനമുള്ള സ്ത്രീകളെ ഇതൊക്കെ ആശിക്കാൻ പാടുള്ളൂ. നിന്റെ ഭർത്താവിനെ സംബന്ധിച്ച് നിനക്കൊട്ട് പൈസ തരയില്ല, നിന്റെ കയ്യിൽ 10 പൈസ ഇല്ലേം താനും. പിന്നെ എന്ത് കാര്യത്തിന് ഇതൊക്കെ ആശിക്കാൻ പോണ്? അല്ലെങ്കിൽ നാത്തിനൊരു കാര്യം ആലോചിക്കണം, എന്നെ ഏട്ടൻ പുറത്തോട്ട് വിടുവോ, ഒരു ജോലിക്ക് പോകാൻ സമ്മതിക്കുവോ? പിന്നെ ഞാൻ എന്ത് ജോലി അറിയാം? എനിക്ക് ജോലിയൊക്കെ കിട്ടും, പുറത്തോട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ ജോലി കുറെ കിട്ടും. നാത്തൂനുണ്ടല്ലോ ജോലി, തൊഴിലുറപ്പിന് പോകണ്ടല്ലോ, തയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒക്കെ ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്കും ജോലി കിട്ടും. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ വരെ പഠിച്ചതല്ലേ. അന്തരത്ത് സംശയം, പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടില്ലേ നീ? അത് മോളെ, അതായത് പുറത്ത് പോയില്ലെങ്കിലും നിനക്ക് വരുമാനമൊക്കെ ഉണ്ടാവും വീട്ടിലിരുന്നാലും. വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാവുന്നു? ഏട്ടൻ്റെ അടുത്ത് കൈ നീട്ടണം, പൊട്ട് മേടിക്കാൻ പൈസ താ, പുറത്ത് പോകാൻ താ, അവിടെ മേടിക്കാം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. വേണ്ട, അങ്ങനെ ചോദിക്കണ്ട. ചോദിക്കാതെ നിനക്ക് വരുമാനം ഉണ്ടാവും. അതൊരു വിശ്വാസമാണ്, അതൊരു ഉറപ്പാ, ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞിട്ടെ പറ. ഇതാണ് വരുമാനം ഉണ്ടാവാനുള്ള വഴി. വായിക്ക്. ഇത് പ്രാർത്ഥനയല്ലേ? ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പൈസ കിട്ടുന്നത്? തന്നെ വേണ്ട. അല്ല നോക്കട്ടെ, അല്ല ഒരുപാട് പുച്ഛിക്കാനാണെങ്കിൽ വേണ്ട. പുച്ഛിച്ചതല്ല നാത്തൂനെ, ഒന്ന് നോക്കട്ടെ. ഇത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കിട്ടാനാ? അത് വായിച്ചു കഴിഞ്ഞാലല്ല, ഇതൊരു പ്രാർത്ഥനയാണ്, സമ്മതിച്ചല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. എന്ത് ശക്തി? ഈ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന 20 പേർക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് നോട്ടീസായിട്ട് 20 പേരുടെ കയ്യിൽ കൊടുത്താൽ നമ്മൾ നിനച്ചിരിക്കാത്ത സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. ഉണ്ട്, തെളിവുണ്ട്. കുടുംബശ്രീയുടെ മേരി ചേച്ചി ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടക്കായിരുന്നു. ഇപ്പോൾ 500 രൂപയ്ക്ക് ഏതാണ്ട് കടയിൽ നിന്ന് പാൻറ്റോ ഷോളോ എന്തോ മേടിച്ചതാണ്, തുണിക്കടയിൽ നിന്ന്. എന്താ സംഭവിച്ചത്? നറുക്കെടുത്തപ്പോ ഒരു ഹുണ്ടായി ഇയോൺ കാറ്. ആർക്ക്? ചേച്ചിക്ക്. മേരി ചേച്ചിക്കാ? പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോ? ഇത് 20 എണ്ണം പ്രിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം സംഭവിച്ച കാര്യം പറഞ്ഞത്. അതും പോട്ടെ, മേരി ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോള് ചിട്ടി അടിച്ചേക്കണു. ആദ്യത്തെ നറുക്കിന് ചിട്ടി 50,000 രൂപയുടെ. ശരിയായിരിക്കും, പക്ഷെ നാത്തൂന് എന്താ പറയണത്? ഏട്ടാ സമ്മതിക്കുവോ ഇങ്ങനെ നമ്മള് പ്രിന്റ് എടുത്തിട്ട് ഓരോ വീട് തോറും കൊടുത്തു കഴിഞ്ഞാൽ വീട് തൊട്ട് ചോദിച്ചാലും ഏട്ടാ സമ്മതിക്കൊന്നുമില്ല. എനിക്കറിയാം. ഒരു കാര്യം ചെയ്യട്ടെ, നീ പോവല്ലേ? നാത്തൂനത് കൊടുക്കുന്നുണ്ടോ, പ്രിന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാതിരിക്കാ ചെയ്യാൻ. നിനക്കെന്താ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുല്ലും അല്ല തരില്ല. നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ല. നിനക്ക് ബ്ലൗസും കിട്ടൂല, സാരിയും കിട്ടൂല. Versus Alien.